Hello. Welcome to Market Discussion of the Day. Today, February 6th, 2025. 26 ഫ്രൈഡേ ആണ്, വീക്കെൻഡ് ആണ്. സോ വീക്കെൻഡ് മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച്, ഫ്രീ ആയിട്ടുള്ള ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ബാച്ച് അടുത്ത തിങ്കളാഴ്ചയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, വളരെ ബേസിക് ലെവലിലൊരു കോഴ്സായിരിക്കും നടക്കുന്നത്. 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു കോഴ്സായിരിക്കും. 30 മിനിറ്റ് ഓളം ക്ലാസ്സും അതിനുശേഷം നമുക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോവുകയും ചെയ്യാം. ഓക്കെ, 7 ദിവസം മൺഡേ ടു ഫ്രൈഡേ ആയിരിക്കും ക്ലാസ് നടക്കുന്നത്. അതിനുശേഷം നമുക്ക് അതിൻ്റെ അടുത്ത വീക്കിൽ മൺഡേയും ട്യൂസ്ഡേ ആയിരിക്കും ക്ലാസ്സസ് നടക്കുന്നത്. സോ വളരെ കുറച്ച് ആൾക്കാരെ വെച്ചിട്ടാണ് നമ്മളിത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടിട്ട് തന്നെ ഈ ഒരു സമയത്ത് കയറാൻ പറ്റും എന്നുള്ള ആൾക്കാർ മാത്രം നമുക്ക് മെസ്സേജ് അയക്കുക. കാരണം അതിനുശേഷം 1-to-1 സെഷൻ ഉണ്ടാവും. അതുകൊണ്ടൊരു ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാവർക്കും ഒരു 1-to-1 മീറ്റിംഗ് കൊടുത്ത് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടിട്ടാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഫണ്ടമെൻ്റൽ എന്താണെന്ന് വെച്ച് നമ്മൾ അറിഞ്ഞു. NFP ഡേ ആണ്, നോൺ ഫാം പേ റോളിൻ്റെ ഡേ ആണ് എന്നുള്ളൊരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. പക്ഷേ നോൺ ഫാം പേ റോൾ ഇന്ന് അല്ല വരുന്നത്. ഓക്കെ, സോ ബേസിക്കലി ബ്യൂറോ ഓഫ് ലേബർ സ്റ്റാറ്റിസ്റ്റിക്സ് അവിടെ ആ ഒരു റിപ്പോർട്ട് നമ്മൾ അടുത്ത ബുധനാഴ്ച ആണ് ഈ ഒരു നോൺ ഫാം പേറോളിൻ്റെ ന്യൂസ് വരുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. കാരണം US ഗവൺമെൻറ് പാർഷ്യലി ഷട്ട് ഡൗൺ ആയതുകൊണ്ടിട്ട് ഈ ഒരു റിപ്പോർട്ട് നമ്മൾ പോസ്റ്റ്പോണ്ട് ചെയ്തു എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. നിങ്ങളുടെയൊക്കെ എക്കണോമിക് കലണ്ടർ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന നോൺ ഫാം പേറോളിൻ്റെ ന്യൂസ് ഇന്ന് കാണിക്കില്ല എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ മെയിനായിട്ട് മനസ്സിലാക്കി പോകേണ്ടത്. ഓക്കെ, സോ നോൺ ഫാം പേറോൾ ഇന്നില്ല എന്നുള്ളൊരു കാര്യം. പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽസ് വേറെ കിടപ്പുണ്ട്. അതിലൊന്നാണ് നമ്മളുടെ റഷ്യ ഉക്രൈൻ നമ്മുടെ മീറ്റിംഗ്. ഓക്കെ, വാർ അവസാനിക്കുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം അത് UAE നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, സോ അതിൻ്റെ തീരുമാനങ്ങൾ എന്തായി തീരും എന്നുള്ളൊരു കാര്യം നമുക്കറിയില്ല. അത് ബേസിക്കലി അത് വളരെ സീക്രട്ടായിട്ട് വെക്കുക എന്നുള്ളതാണ് US ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈവൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ പോലും അതിൻ്റെ റിസൾട്ട് അത് പറയണ്ട എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട US-ഉം ഇറാനും തമ്മിലുള്ള ചർച്ച. ഓക്കെ, അത് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, അത് ഒമാനിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, സോ അതിൻ്റെയൊക്കെ റിസൾട്ട് എപ്പോൾ വേണമെങ്കിലും വരാം. അതുകൊണ്ടിട്ട് തന്നെ അങ്ങനെയൊക്കെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റൊക്കെ ഹൈലി വോളറ്റൈലായിട്ട് ഓടും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി ട്രേഡിനകത്ത് നിന്ന് മാറി നിൽക്കുക എന്നുള്ളതല്ല ഞാൻ പറയുന്നത് സ്റ്റോപ്പ് ലോസുകൾ ഇടുക എന്നുള്ളൊരു കാര്യമാണ്. റിസ്ക് മാനേജ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. റിസ്ക് മാനേജ് ചെയ്യാതെ ട്രേഡിലോട്ട് ഇറങ്ങിയാൽ ഉറപ്പായിട്ടും നമുക്ക് വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ട്രേഡിലോട്ട് ഇറങ്ങാൻ എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് USD JPY വരാം. ഓക്കെ, സോ USD JPY 156.87 നിൽക്കുന്നു. ഇന്നലെ ഹൈ പോയപ്പോൾ 157.332 വരെ മാർക്കറ്റ് പോയിട്ടുമുണ്ട്. ഓക്കെ, സോ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 156 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്നുള്ളൊരു ബൈ എൻട്രിയാണ് എനിക്ക് പറഞ്ഞു തരാനായിട്ടുള്ളത്. 156 അവിടെ നിന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ 185.40 താഴെ സ്റ്റോപ്പ് ലോസ് നിർബന്ധമായിട്ടും വെച്ച് പോവുക തന്നെ ചെയ്യണം. ഹൈലി വോളറ്റൈലായിരിക്കും മാർക്കറ്റ്. കാരണം 8-ാം തീയതിയാണ് ഇലക്ഷൻ വരുന്നത്. ഓക്കെ, സോ 10-ാം തീയതി വരെ ഉറപ്പായിട്ടും മാർക്കറ്റ് JPY സ്റ്റേബിൾ അല്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയിട്ട് വേണം ട്രേഡ് ചെയ്യാനായിട്ട്. ഓക്കെ, സോ അതായത് ഇന്ന് 6-ാം തീയതി ഞായറാഴ്ച, അതായത് തിങ്കളാഴ്ച JPY അൺസ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ, അതുകൊണ്ടിട്ട് അതിൻ്റെ റിയാക്ഷൻസും JPY ഉണ്ടാകാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയിട്ട് വേണം JPY ചാടാനായിട്ട്. സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് എടുക്കാതിരിക്കുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ കമ്മിങ് ടു GBP USD 1.3600 എന്ന് പറയുന്ന ആ ഒരു സപ്പോർട്ടൊക്കെ ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു GBP നിന്ന് മാറി നിൽക്കണം. ഇന്നലെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനാണ് GBPയുടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനിലോട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പോവാം. ഓക്കെ, എന്താണ് ഡിസിഷൻസ് വന്നതെന്നുള്ള കാര്യം. ഓക്കെ, സോ GBP ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് 3.75 തന്നെ പിടിച്ചു നിർത്തി. ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല നമ്മളുടെ ഇൻട്രസ്റ്റ് റേറ്റിനകത്ത്. ഓക്കെ, അതുകൊണ്ടിട്ട് തന്നെ മാർക്കറ്റ് മാറ്റങ്ങളൊന്നും ഉണ്ടാവാത്തത് കൊണ്ടിട്ട് തന്നെ മാർക്കറ്റ് താഴോട്ട് പോകുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഓക്കെ, അതേപോലെ നമുക്ക്
എന്താണ് ഇന്നലെ അതുകൊണ്ടിട്ടാണ് മാറി നിൽക്കാനായിട്ട് ഞാൻ എടുത്ത് പറഞ്ഞതല്ലേ. സോ ബേസിക്കലി ആ ഒരു ന്യൂസിന് ശേഷമൊക്കെയാണ് മാർക്കറ്റ് പിന്നീട് താഴോട്ട് പോയതും എന്നുള്ളൊരു കാര്യം നമുക്ക് എടുത്ത് കാണാനായിട്ട് പറ്റും. സോ ഇനി നമുക്ക് 1.3500 എന്ന് പറയുന്ന സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. ഇന്ന് തൽക്കാലത്തേക്ക് മാറി നിൽക്കുക. ഇന്ന് രാത്രി അവസാനിക്കുന്നത് 1.3500 മുകളിലും തിങ്കളാഴ്ച രാവിലെ 1.3500 മുകളിലുമാണ് എങ്കിൽ നമുക്ക് അവിടുന്ന് GBP ബൈ ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് എനിക്ക് GBPയിൽ പറഞ്ഞു തരാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ലോങ്ങർ ടേമിലോട്ട് 1.3300 1.3200 എന്ന് പറയുന്ന 2 ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, സോ അവിടുന്ന് നല്ല രീതിയിലുള്ളൊരു ബൈ എൻട്രി എടുത്ത് മുന്നോട്ട് പോകുന്നത് കൊണ്ടിട്ട് തെറ്റൊന്നുമില്ലാത്ത കാര്യമാണ് എന്ന് കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു യൂറോ 1.1797 നിൽക്കുന്നു. 1.200 അവിടുന്ന് സെല്ല് ചെയ്തിട്ടുള്ള പല ആൾക്കാരും നമ്മളുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ളൊരു കാര്യം എനിക്കറിയാം. ഓക്കെ, നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള വെരി ഗുഡ് ബൈ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്നലെ 1.1800 അവിടുന്ന് ബൈ ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, അങ്ങനത്തുള്ള ഒരാൾക്ക് പോലും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടില്ല. കാരണം 1.1740 താഴെയാണ് സ്റ്റോപ്പ് ലോസ് ഇടാൻ പറഞ്ഞിട്ടുള്ളത്. സോ ആ പൊസിഷനുള്ള ആൾക്കാർ വീണ്ടും ഹോൾഡ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ റിസ്ക് ആണ് യൂറോയിൽ ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നമുക്ക് 1.1800 മുകളിലായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണ്. ഇന്ന് രാത്രി അവസാനിക്കുന്നതും തിങ്കളാഴ്ച രാവിലെ തുടങ്ങുന്നതും 1.1800 മുകളിലാണ് എങ്കിൽ അവിടുന്ന് ബൈ ചെയ്തുകൊണ്ട് പോകാം. ഇല്ലാത്ത പക്ഷം നമുക്ക് താഴെ കിട്ടുകയാണെങ്കിൽ 1.1500 താഴെയായിട്ട് നമുക്ക് 1.1500 അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഓക്കെ, അല്ല 1.1800 താഴെയാണ് നമുക്ക് ഇന്ന് അവസാനിക്കുന്നത് തിങ്കളാഴ്ച രാവിലെ 7:30 മണിക്ക് നമുക്ക് 1.1800 താഴെയാണെങ്കിൽ അവിടുന്ന് നമുക്ക് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിനകത്തും തെറ്റില്ലാത്ത കാര്യമാണ്. പക്ഷേ സെല്ല് ചെയ്യുമ്പോൾ എന്താണ്, ചെറിയ ലോട്ട് സൈസ് എടുത്ത് ചെയ്യുക, സ്റ്റോപ്പ് ലോസുകൾ കൃത്യമായിട്ട് ഇട്ട് പോവുക എന്നുള്ള 2 കാര്യങ്ങൾ നിങ്ങൾ പാലിച്ചാൽ ഉറപ്പായിട്ടും ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നോക്കി പോവുകയും ചെയ്യാം. ഓക്കെ, സോ നമുക്ക് നേരെ നമ്മളുടെ ഗോൾഡിലോട്ട് വരാം. 4862 വൺ വോളറ്റാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ നമ്മൾ 5020 നിന്ന മാർക്കറ്റ് ഇന്നലെ 5780 വരെ പോയി. മാർക്കറ്റ് ഡിസ്കഷൻ്റെ സമയത്ത് അവിടുന്ന് തിരിച്ച് 4780 വരെ പോയി. അതിനുശേഷം 4955 ആ റേഞ്ചിലോട്ട് തിരിച്ചു വന്നു. ഇന്ന് മാർക്കറ്റ് താഴെ പോയപ്പോൾ 4658 ഹൈ വോളറ്റാലിറ്റി മാർക്കറ്റാണ്. ഈ ഒരു സിറ്റുവേഷനിൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. പക്ഷേ എന്നിരുന്നാലും ഞാനും ട്രേഡ് എടുത്തു. പക്ഷേ ഞാനെടുത്ത ട്രേഡ് വളരെ വളരെ ചെറിയ ലോട്ട്. ഓക്കെ, 0.05 ലോട്ടിൽ $10 പ്രോഫിറ്റ് എടുത്ത് മാറുക എന്നുള്ളൊരു സ്കീമിലാണ് ഞാൻ ഇപ്പോൾ ട്രേഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം മാർക്കറ്റിൽ പിടിച്ചാൽ കിട്ടാത്ത മാർക്കറ്റ് ഇപ്പോൾ ഉള്ള പല ആൾക്കാരുടെയും ചിന്ത വലിയ മൂവ്മെൻ്റ് ആയതുകൊണ്ടിട്ട് എന്നാൽ നമുക്ക് ഹോൾഡ് ചെയ്യാം എന്നുള്ളൊരു ചിന്ത. ആ ചിന്തയിൽ ട്രേഡ് ചെയ്തിട്ട് കാര്യമില്ല. ഈ ഒരു മാർക്കറ്റ് സാഹചര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വലിയ മൂവ്മെൻറ്റുകൾ നമ്മൾ കാണേണ്ടി വരിക്കുന്നു. വലിയ വില കൊടുക്കേണ്ടി വരും. ചെറിയ പ്രോഫിറ്റ് എടുത്ത് മാറുക, സ്റ്റോപ്പ് ലോസുകൾ ഇടുക. ഓക്കെ, സ്റ്റോപ്പ് ലോസുകൾ ഇടുമ്പോൾ വൈഡൻ ചെയ്തിടുക. ടേക്ക് പ്രോഫിറ്റ് എടുക്കുമ്പോൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് 1:1 റേഷ്യോയിലൊക്കെ എടുത്തു പോകുന്നുണ്ടൊന്നും തെറ്റില്ലാത്ത കാര്യമാണ് കേട്ടോ. ഓക്കെ, പക്ഷേ അത് അല്ലെങ്കിൽ 1:1.5 റേഷ്യോയിൽ എടുക്കുന്നതുകൊണ്ടും തെറ്റില്ലാത്ത കാര്യമാണ്. ഞാൻ പക്ഷേ പെട്ടെന്ന് പ്രോഫിറ്റ് എടുത്ത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാർക്കറ്റ് കണ്ടിട്ട് തന്നെ എനിക്ക് നമ്മുടെ റേഞ്ചിലോട്ട് വരുമ്പോൾ 1-2 ട്രേഡ് ഒരു ദിവസം എടുക്കുന്നതാണ് ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് എന്താണ് നമ്മളുടെ മാർക്കറ്റ് ഡിസ്കഷൻ ആയിട്ട് നമുക്ക് നാളെ നമുക്ക് അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മുടെ പല ആൾക്കാരും എൻ്റെ അടുത്ത് ഞാൻ ഏത് ബ്രോക്കറാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞ ബ്രോക്കറാണ്. സോ സ്റ്റാർ ട്രേഡറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ റെഗുലേഷൻസും ഉള്ളൊരു ബ്രോക്കറാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്താ പറയുക, ഇപ്പോൾ ലോങ്ങർ ടേമിൽ ഇപ്പം GBP USD 1.3200 USD JPY 162 റേഞ്ചിലൊക്കെ കിട്ടുമ്പോൾ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത ഒരു ലോങ്ങർ ടേമിലോട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നൊരു ബ്രോക്കറാണ്. കാരണം ഈ ബ്രോക്കർ നമുക്ക് ആദ്യത്തെ $1,000 50% ബോണസ് തരുന്നുണ്ട്. അത് 1000 ഇട്ട് കഴിഞ്ഞാൽ $1,500 കിട്ടും. ഓക്കെ, അതിൻ്റെ മുകളിലുള്ള എല്ലാ ഡെപ്പോസിറ്റിനും 20% ബോണസും, എപ്പോഴൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു അപ്പോഴൊക്കെ 20% ബോണസും തരുന്നുണ്ട്. യൂറോപ്യൻ ക്ലയൻസ് ആണ് എങ്കിൽ ആദ്യത്തെ 100% ബോണസും അതിൻ്റെ മുകളിലുള്ള ഏത് ഡെപ്പോസിറ്റിനും 20% ബോണസും കമ്പനി തരുന്നുണ്ട്. ഓക്കെ, ഇത് ഫസ്റ്റിനല്ല ബാക്കി എല്ലാ ഡെപ്പോസിറ്റിനും കിട്ടുന്നുണ്ട്. അപ്പം ഈ ഡെപ്പോസിറ്റ് ബോണസ് നമുക്ക് ഈ പറയുന്ന GBPയിലും JPYയിലും നമുക്ക് ലോങ്ങർ ടേമിലോട്ട് ട്രേഡ് ചെയ്യാനായിട്ട് എടുക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്.
ഓക്കെ. സോ അങ്ങനെ ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സ്റ്റാർട്ട് റേറ്റർ ലിങ്ക് ഉണ്ട്. നിങ്ങൾക്ക് അതിനകത്ത് ഡയറക്റ്റ്ലി കയറി എന്താ പറയുക രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതിനുശേഷം എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ ഒരു ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജറായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. അതിൻ്റെ കൂടെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ കൂടുതൽ ആൾക്കാരിലോട്ട് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക. എൻ്റെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷൻ ആയിട്ട് നമ്മൾ നാളെ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.